ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളാണല്ലോ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഓരോ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാന ന്യൂസ് ഐറ്റമാണ് സ്ത്രീ പീഡനം എന്നുള്ളത്. ഇത് വളരെ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം ഇന്ന് നമ്മുടെ ചർച്ചയിൽ എടുക്കണമെന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മെ സഹായിപ്പാനായിട്ട് വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളുണ്ട്. അവരെ നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. എറണാകുളം സെയിൻറ്റ് തെരേസാസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന സിസ്റ്റർ വിനീത നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്ററിനെ വളരെ സന്തോഷത്തോടു കൂടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൽവ കുസുമഗിരി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റർ ലിജി നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്ററിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സംബന്ധിപ്പാനായി വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സമൂഹത്തിൽ വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ സ്ത്രീ പീഡനം എന്നുള്ളത്. ഈ പീഡനം എന്ന് പറയുമ്പോൾ അത് സ്ത്രീ പീഡനം എന്ന് മാത്രം നമ്മൾ ധരിക്കരുത്. വിവിധ രീതിയിലുള്ള പീഡനങ്ങളുണ്ട്. ഇമോഷണലായിട്ടുള്ള പീഡനമുണ്ട്, ഫിസിക്കലായിട്ടുള്ള പീഡനമുണ്ട്, സെക്ഷുവലായിട്ടുള്ള പീഡനമുണ്ട്. അങ്ങനെ വിവിധ രീതിയിലുള്ള പീഡനങ്ങൾ സമൂഹത്തിൽ ഇന്ന് മനുഷ്യർ അനുഭവിച്ചു കൊണ്ടായിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഇതിൽ സ്ത്രീ പീഡനം എന്നുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ കോളേജിൽ ആ ഒരു വിഷയത്തോട് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുവാനും വളരെ ഭംഗിയായ രീതിയിൽ അതിൻ്റെ വിവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടെയാണ് ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമ്മൾ സമൂഹത്തിൽ വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എന്നാൽ ഈ അടുത്ത കാലത്ത് വളരെ അധികം വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീ പീഡനം എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിനോട് നിങ്ങൾ എന്തുമാത്രം യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല. പഴയ കാലത്തതിനേക്കാൾ കൂടുതലായിട്ട് സ്ത്രീ പീഡനം വർദ്ധിച്ചിട്ടുണ്ടോ? സ്ത്രീ പീഡനം എന്ന് പറയുന്നത് ഇന്ന് ഒരു പ്രശ്നമായി സമൂഹത്തിലുണ്ടോ? നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് പണ്ടത്തെ കാലത്തും വളരെ അധികമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രത്തോളം മീഡിയാസ് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരുന്നില്ല, കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് സ്ത്രീ പീഡനം ഇന്ന് വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം പണ്ടുണ്ടായിരുന്ന പീഡനങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുവാൻ പത്രമോ ടിവിയോ റേഡിയോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് നടന്നിട്ടുള്ള പീഡനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നിത് വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞല്ലേ. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പണ്ട് ചെറുപ്പക്കാരായ ആൾക്കാരെ പീഡിപ്പിക്കുന്ന വളരെ കുറവാണ്. ഇപ്പം ഒരു 19 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ പോലും പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴാണ് പണ്ടത്തേലും കുറച്ചുകൂടെ പീഡനം കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ പ്രായമായ പുരുഷന്മാർ മാത്രമേ പീഡിപ്പിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ചെറുപ്പക്കാരും പീഡിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പണ്ടത്തേതിനേക്കാൾ കൂടുതലാണ് ഇന്ന് പീഡനം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അല്ലേ. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇതിന്ന് കൂടി വരികയാണോ അതോ കുറഞ്ഞു വരിക? പറഞ്ഞു. പണ്ട് സ്ലേവ്സും ഓണേഴ്സും ആയിരുന്നു. അപ്പോൾ സ്ലേവ്സിനെ ഓണേഴ്സ് റേപ്പ് ചെയ്യുക അല്ലെ പീഡിപ്പിക്കുകയായിരുന്നെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യരുതെന്ന് അവർ തന്നെ പറയായിരുന്നു. പാരൻസ് തന്നെ പറയരുത്, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയരുത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അപ്പം തന്നെ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യമേ അന്നില്ലായിരുന്നു. ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് റൈറ്റ്സ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതുകൊണ്ട് പണ്ട് ഇതൊരു ഏകദേശം അംഗീകരിക്കപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ.
അടിമകൾക്ക് ഇതിനോട് പ്രതിഷേധിപ്പാനായിട്ടുള്ള അവകാശവും അധികാരവും ഇല്ലായിരുന്നു. അപ്പോൾ അവർ സഹിച്ചേ ഒക്കത്തുള്ളൂ. ഇത് അംഗീകരിക്കപ്പെട്ട ഒരു വ്യവസ്ഥ പോലെ ആയിരുന്നു പഴയ കാലത്തെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കാലം മാറി, നമ്മുടെ റൈറ്റിനെ കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടായി. അപ്പോൾ ഇത് അംഗീകരിക്കപ്പെട്ട ഒരു വ്യവസ്ഥ എന്നുള്ളതിൽ നിന്ന് മാറി. അതുകൊണ്ടാണ് ഇന്ന് കൂടുതലായിട്ട് ഇത് വരുന്നു എന്നുള്ളതെന്നാണ് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ ഇതിനെക്കുറിച്ച്? യെസ്. പണ്ട് കാലത്ത് ന്യൂ ടെക്നോളജീസ് ഉണ്ടായിരുന്നില്ല. ഇക്കാലത്ത് ന്യൂ ടെക്നോളജീസ് അതുവഴി പലർക്കും പല ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. അവര് ഈ സെക്ഷൽ ആയിട്ടുള്ള ഇതൊക്കെ നെറ്റ്വർക്കിലൂടെ തന്നെ അവർ കാണും. അപ്പം യങ് ആയിട്ടുള്ള അവർക്ക് പോലും അവർക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ജനറേഷനിൽ അത് കൂടുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ കാരണം എന്താകുന്നു എന്നുള്ളതിലേക്കാണ് പോകുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. എന്നാൽ ഇന്നിതൊരു പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഇന്ന് സമൂഹത്തിൽ ഇത് കൂടുതലായിട്ട് വളരുന്നുണ്ടോ, ഇത് പ്രശ്നമായി തീരുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ കാരണങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാം. ഒരു കോളേജിൻ്റെ സാരഥി എന്നുള്ള നിലയിൽ എനിക്ക് സിസ്റ്ററോട് ചോദിക്കാനുള്ളത്, സിസ്റ്റർ, ഇന്ന് ഇത് സമൂഹത്തിലെ ഒരു പ്രശ്നമാണോ, ഇത് കുട്ടികളുടെ ഇടയിലൊരു പ്രശ്നമാണോ? സിസ്റ്ററിൻ്റെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ചൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമൂഹത്തിൽ ഇതൊരു പ്രശ്നമാണ് എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്. കുട്ടികളുടെ ഇടയിൽ ഇതൊരു പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അതും പ്രശ്നമാണ്. കാര്യം ഈ സ്ത്രീ പീഡനം കൊണ്ട് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് പെൺകുട്ടികളുടേതാണ്. അവർക്ക് സ്വതന്ത്രമായി നടക്കാൻ പറ്റില്ല, സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പലപ്പോഴും അവർ നേരിടുന്നത് ഒരു തരം പീഡനം തന്നെയാണ്. അപ്പോൾ അത് നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ പണ്ടുണ്ടായിരുന്നോ അതോ ഇപ്പോൾ മാത്രം ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ പണ്ടുണ്ടായിരുന്നു. അത് ഒരു കുട്ടി പറഞ്ഞതുപോലെ തന്നെ പണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നില്ല. ഇന്ന് അതിന് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല പെൺകുട്ടികൾ ഇന്ന് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവർ വളരെ അവെയറാണ്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനെ റിയാക്ട് ചെയ്യണോ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരാറുണ്ട്. അവരത് റിയാക്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷേ അതിന് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്താണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല. കാരണം അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇത് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നൊരു അഭിപ്രായം ആ സിസ്റ്ററിനുള്ളതല്ലേ? വർദ്ധിച്ചു വരുന്നുണ്ട്, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വർദ്ധിക്കാന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മുന്നിൽ അത് കൂടുതലായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ടുള്ളതിനേക്കാൾ പണ്ടുണ്ടായിരുന്നിട്ടുണ്ടാവണം, പക്ഷെ ആരും അറിഞ്ഞിരുന്നില്ല. ഇന്ന് അത് മീഡിയ വഴി അത് പുറത്തേക്ക് വരുന്നു. ആൾക്കാർക്ക് അത് ബിക്കമിങ് അവെയർ. അതെ അതെ. സിസ്റ്റർ ലിജി, ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നക്കാര് സിസ്റ്ററുടെ അടുക്കൽ ട്രീറ്റ്മെന്റിനോ കൗൺസിലിങ്ങിനോ ഒക്കെ സമീപിക്കാറുണ്ടല്ലോ. ആ ഒരു കണക്ക് വെച്ച് നോക്കുന്ന ഉടനെ ഇന്ന് ഈ പീഡനം വർദ്ധിച്ചു വരികയാണോ, അതോ പഴയതുപോലെ തന്നെ നിൽക്കുന്നതേ ഉള്ളോ, അതോ കുറയുന്നുണ്ടോ? എന്തോ സിസ്റ്റർ? തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ പീഡനം വർദ്ധിച്ചു വരികയാണ്. കാരണം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ മീഡിയകളുടെ അതിപ്രസരം കുട്ടികൾക്കും മുതിർന്നവർക്കും പലതരത്തിലുള്ള ഐഡിയകളാണ് കൊടുക്കുന്നത്. എങ്ങനെ മറ്റുള്ളവരെ ദുരുപയോഗിക്കാം, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് മറ്റു പലതരത്തിലും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഇന്ന് സമൂഹത്തിൽ വളരെ വർദ്ധിച്ചു വരികയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഇത് വർദ്ധിച്ചു വരുന്നു എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു സംഗതി. സ്ത്രീ പീഡനം ഇന്ന് അധികമായിട്ട് വർദ്ധിച്ചു വരുന്നു. അതിന്റെ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുവാനായിട്ട് പലരും ശ്രമിച്ചു. അങ്ങനെയാണെന്ന് വരില്ല. അതിന്റെ കാരണം എന്താകുന്നു എന്ന് നോക്കാം. ഇവിടെ പറഞ്ഞു തുടങ്ങിയ പലരും മീഡിയ ഇതിൻ്റെ ഒരു കാരണമായിട്ട് പലരും പറയുന്നു. അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ മീഡിയ ഇതിനു വേണ്ടി ഉള്ള സ്വാധീനം ആളുകളിൽ ചെലുത്തുന്നുണ്ടോ, അതോ ചുമ്മാ അങ്ങ് പറയുന്നതേ ഉള്ളോ ഈ മീഡിയയുടെ ഒരു സ്വാധീനം ഉണ്ടെന്ന്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ. യെസ്. ഇന്ന് മീഡിയയിൽ കൂടിയിട്ടുള്ള നമുക്ക് വരുന്ന സ്വാധീനം എന്ന് പറയുന്നത് ഇന്ന് ചലച്ചിത്രങ്ങളും പുസ്തകങ്ങളും അതൊക്കെ ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടാണുള്ളത് കുട്ടികൾക്ക്. സിനിമയിൽ സ്ത്രീയെ ഒരു അശ്ലീല വസ്തുവാക്കി കാണിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പല ഡയറക്ടേഴ്സും അത് പേര് ഉദ്ദേശിച്ച് പറയുന്നില്ല, പക്ഷെ പലരും അത് ആ പുരുഷന്മാരെ അല്ലെങ്കിൽ കാണികളെ അധികമാക്കാൻ വേണ്ടി മാത്രം സ്ത്രീയെ ഒരു കാഴ്ച വസ്തുവാക്കി അല്ലെങ്കിൽ ഒരു അശ്ലീല വസ്തുവാക്കി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതെന്തായാലും അത് കാണുന്ന ഒരാൾക്കായിക്കോട്ടെ, നമ്മളിപ്പോൾ വഴി കൂടെ യാത്ര ചെയ്യാണ്,
നമ്മുടെ ഫാമിലി ആയിട്ടാവാം, വേറെ സുഹൃത്തുക്കളായിട്ടാവാം, വഴിനീള പോസ്റ്റേഴ്സ് മൊത്തം അശ്ലീലപരമായിട്ടുള്ള പോസ്റ്റേഴ്സ് നമുക്ക് എവിടെയും കാണാം. ബസ്സിലിരുന്നാൽ പോലും അശ്ലീലം അല്ലെങ്കിൽ സ്ത്രീകളുടെ പോസ്റ്റേഴ്സേ വെക്കത്തുള്ളൂ. അതേ വയ്ക്കുള്ളൂ എന്നുള്ളതിനേക്കാൾ പണ്ടത്തിൽ നിന്ന് കമ്പാരിറ്റീവ്ലി ഇപ്പൊ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് പുറത്തോട്ട് നോക്കി നിൽക്കാൻ പറ്റില്ല. അത്ര രീതിയിലുള്ള പോസ്റ്റേഴ്സ് വരെ നമ്മുടെ ഈ എറണാകുളം സിറ്റിയിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കാണാം. അത്രയും ഈസിലി കാണാനും താവാനും ഉള്ള ഇതുണ്ടാവുമ്പോൾ അവരുടെ ഉള്ളിൽ അതിനൊരു ടെൻഡൻസി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ പരസ്യങ്ങളെ കുറിച്ച് പറഞ്ഞ ഉടനെ എവിടെ പോയാലും സ്ത്രീകളുടെ പടങ്ങളാണ് പരസ്യത്തിൽ വയ്ക്കുന്നത്. അത് TV-യുടെ പരസ്യമാണെങ്കിലും സ്ത്രീയുടെ പടം കൊണ്ടേലേ ഒക്കത്തുള്ളൂ. തെങ്ങുകയറ്റം പഠിക്കാനായിട്ടുള്ള ഒരു കമ്പനിയുടെ പരസ്യമാണെങ്കിലും സ്ത്രീയുടെ പടമോട് വെച്ചെങ്കിലേ ഒക്കത്തു. എല്ലാറ്റിലും സ്ത്രീയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് ഇദ്ദേഹം പറഞ്ഞ സിനിമയിലും സ്ത്രീയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ സിനിമയിലൊക്കെ സാധാരണ കാണുന്ന സീനാണ് റേപ്പ് സീൻ എന്ന് പറയുന്നത്. അപ്പോൾ റേപ്പ് ചെയ്യുന്ന ഒരു സീൻ ഇല്ലെങ്കിൽ പലപ്പോഴും ആ സിനിമയ്ക്ക് എന്നാ ജീവൻ? ഇതാണ് പലരും ചിന്തിക്കുന്നത് അല്ലേ? അപ്പൊ ഈ സീനൊക്കെ കാണുന്ന ഉടനെ, ഈ പരസ്യങ്ങളൊക്കെ കാണുന്ന ഉടനെ അതിന്റെ അനന്തര ഫലം എന്താ? അത് എങ്ങനെയാ ഈ പീഡനത്തിലേക്ക് നയിക്കുന്നതെന്നാ നിങ്ങൾക്ക് തോന്നുന്നു പറയാവോ? പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു 19-20 ഏജ് ആകുമ്പോഴാണ് ഓരോ അറിവ്, 14-15 അത്ര ആകുമ്പോഴാണ്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ പിള്ളേർ കണ്ട് വളരുന്നത് തന്നെ ഒരു 4-5 വയസ്സ് തൊട്ടേ TV-യിൽ കാണുന്നതും ബുക്സ് വായിക്കുന്നതും നോവൽസ്. ഇപ്പോൾ സെക്സ് അങ്ങനത്തെ ഇതില്ലാത്തൊരു നോവലില്ല. അപ്പോൾ എല്ലാവർക്കും ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ അവരുടെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി, ഇതെന്താണ്, അങ്ങനെ ഒരു ഫീലിംഗ് വരും. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവർ ഒരു കുറച്ച് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ തന്നെ ഒരു ചാൻസ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഇപ്പോൾ ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് അവരെ മിസ്യൂസ് ചെയ്തിട്ട് പോകുക. അപ്പം മെയിൻ റീസൺ ഈ ക്യൂരിയോസിറ്റി മനസ്സിലുള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ ഈ ലൈംഗിക കാര്യങ്ങളിലേക്ക് കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. അത് TV-യിലൂടെയും നെറ്റിലൂടെയും ഈവൻ ഗെയിമിലൂടെയും ഒക്കെ അവർ ഇതിനകത്ത് എക്സ്പോസ്ഡ് ആണ്. അങ്ങനെ എക്സ്പോസ്ഡ് ആയി കഴിയുന്ന ഉടനെ അവരിൽ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യും. ഇതറിയാനുള്ള വലിയൊരു വാഞ്ച. ഈ വാഞ്ച അവരുടെ ഉള്ളിൽ വളരുമ്പോൾ പരീക്ഷണത്തിലൂടെ ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കണമെന്നുള്ള താല്പര്യം. അതുകൊണ്ട് ഈ TV, നെറ്റ്, പത്രങ്ങൾ, ഈ മീഡിയകളൊക്കെ ആളുകളിലെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്നു. മറ്റേതെങ്കിലും രീതിയിൽ ഈ മീഡിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് ഈ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാരണം ഈ മീഡിയ? യെസ്, ഇവിടെ മീഡിയ കമ്മ്യൂണിക്കേഷനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് കോളേജ്, അവിടെ ഒരു പെണ്ണ് ആണുങ്ങളായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അപ്പോൾ ആ പെണ്ണ് ഒരു ബൈക്കിൽ നിന്ന് 2 ചെക്കന്മാരുടെ അടുത്ത് കുറച്ച് മിണ്ടിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ആ പെണ്ണ് പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആ ഒരു ചെക്കൻ ചോദിക്കും എങ്ങനെയുണ്ട് ആ പെണ്ണെന്ന്. പക്ഷെ അയാൾ ഒന്ന് കണ്ണിറുക്കി കൊള്ളാം എന്ന് പറഞ്ഞാൽ അതിലൂടെ ആ പെണ്ണിൻ്റെ ആ ഒരു ജീവിതം ഇതായില്ലേ? അതും ഒരു തരം പീഡനമല്ലേ? അതായത് ഈ പെങ്കൊച്ചിനെ കണ്ട കൊള്ളാം എന്ന് പറയുന്നത് പീഡനമാണോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ കുട്ടീനെ കൊള്ളാം, എന്നാലും പോരാ എന്ന് പറയുമ്പോ ആ കുട്ടി ഒരു പക്ഷെ നല്ലൊരു ക്യാരക്ടർ ഉള്ള ആയിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കില്ലായിരിക്കാം. പക്ഷെ എന്നാലും ആ ഒരു കുട്ടിയുടെ ക്യാരക്ടർ ആ ഒരു കമന്റിലൂടെ അത് നഷ്ടപ്പെടുത്തിയില്ലേ എന്നാണ് ഞാൻ. ഒരു വ്യക്തിയെ കാണുന്ന ഉടനെ മറ്റൊരു വ്യക്തിക്ക് ഒരു കമന്റ് അവരുടെ മനസ്സിലുണ്ടാകും. പിന്നെ ഈ കമന്റുകൾ കൂടി പിന്നീട് ഇതുപോലെയുള്ള പീഡനത്തിലേക്ക് പോകാം എന്നുള്ളതായിരിക്കാം ഇതേ ഉദ്ദേശിച്ച് ഞാൻ മനസ്സിലാക്കുന്നല്ലേ? അതെ, വേറെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഈ മീഡിയ എങ്ങനെയാണ് ഇതുപോലെയുള്ള ഈ ഒരു അബ്യൂസിലേക്ക് നയിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഓക്കെ, ഇദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞാട്ടെ. ഫെയിമിന് വേണ്ടി ചെയ്തൂടെ? ഫെയിമിന് വേണ്ടി കുറച്ചും കൂടി ഒരു നല്ല TV-യിലൊക്കെ വരാൻ ഇപ്പൊ ചിലവർക്ക് മനസ്സിലിപ്പോ അൺഎഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ആൾക്കാർക്ക് ഇപ്പൊ TV-യിലൊക്കെ വരാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. നമുക്ക് നോർമലി ഫിലിംസിലൊക്കെ നമുക്കൊന്നും വരാൻ പറ്റില്ല. പക്ഷെ വേറൊരു രീതിയിൽ ന്യൂസിലൊക്കെ വരാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനത്തെ ഒരു രീതി ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു റേപ്പിംഗ് എന്നുള്ള കേസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അതിൽ കൂടി ഫേമസ് ആവും. ആളിന്റെ പടം പത്രത്തിൽ വരും, ടിവിയിൽ വരും, ആളിനൊരു അംഗീകാരം വന്നു അല്ലേ? അങ്ങനെ ഒരു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ചില ആളുകൾക്ക് നോർമൽ വേയില് റെക്കഗ്നീഷൻ കിട്ടത്തില്ല, ഫേമസ് ആകാൻ ഒക്കത്തില്ല. അങ്ങനെയാണെന്ന് വരികിൽ നോർമൽ അല്ലാത്ത രീതിയിൽ ഫേമസ് ആകാനായിട്ടുള്ള ശ്രമം ഉണ്ടാകും അല്ലേ? ചില കുട്ടികൾ എത്ര ശ്രമിച്ചാലും അവരുടെ മനസ്സിൽ ഒരു ചിന്ത വരും,
ഓ എനിക്ക് ഒരു ഫുൾ മാർക്ക് വാങ്ങിച്ച് ഈ ക്ലാസ്സിൻ്റെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഒക്കത്തില്ല. അപ്പോൾ അവരുടെ മനസ്സിലൊരു നിരാശ വരും. അങ്ങനെയുള്ളവർ എന്നെ ചെയ്യുമെന്നറിയാവോ, എല്ലാ വിഷയത്തിനും അങ്ങ് തോക്കും. എല്ലാ വിഷയത്തിനും തോറ്റു കഴിയുമ്പോൾ ക്ലാസ്സിൽ എന്തോ കിട്ടും ഈ കുട്ടിക്ക്? ശ്രദ്ധ കിട്ടും അല്ലേ? എല്ലാ വിഷയത്തിനും ജയിച്ചവരെ എല്ലാ വിഷയത്തിനും തോറ്റവരെയും ക്ലാസ്സിൽ ശ്രദ്ധിക്കും. പക്ഷെ ആ ശ്രദ്ധയ്ക്ക് രണ്ട് തലങ്ങളാവുള്ളൂ. ഒന്ന് പോസിറ്റീവ് റെക്കഗ്നീഷൻ, മറ്റേത് നെഗറ്റീവ് റെക്കഗ്നീഷൻ എന്നുള്ളത്. ഇതിൽ ഏത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഇതേ രീതിയിൽ അംഗീകാരത്തിന് വേണ്ടി ചെയ്യുന്ന ചിലരുണ്ടായിരിക്കാം, അങ്ങനെയും കാണാം. അപ്പം മീഡിയ ഇതിൻ്റെ ഒരു കാരണമാണ്. പത്രങ്ങളിലൊക്കെ ഇത് കാണുന്ന സമയത്ത് ഇതിലെ ചില ആളുകൾക്ക് ഈ ന്യൂസൊക്കെ വായിക്കുമ്പോൾ ഒരു പ്രചോദനം കിട്ടും. അതുപോലെ നിങ്ങൾ പറഞ്ഞതുപോലെ ചെറുപ്പം മുതൽ തന്നെ ഇത് കണ്ട് കണ്ട് ഒരു ക്യൂരിയോസിറ്റി നിങ്ങളുടെ മനസ്സിൽ വളരും. അതുപോലെ ഇപ്പോൾ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ പത്രത്തിലൊക്കെ പടം വരുമ്പോൾ ഒരു നെഗറ്റീവ് റെക്കഗ്നീഷൻ ആണെങ്കിലും അത് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടാകും. അപ്പോൾ മീഡിയ പല രീതിയിൽ നമ്മളെ സ്വാധീനിക്കും. അതുകൂടാതെ ഈ മെത്തേഡുകളൊക്കെ ഈ മീഡിയയിലൂടെയാണ് സാധാരണ ആളുകൾ പഠിക്കുന്നത്. ഓരോ അബ്യൂസ് കഴിയുമ്പോഴും ഓരോ പീഡനം കഴിയുമ്പോഴും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ വായിച്ചിട്ട് ഈ മെത്തേഡുകളൊക്കെ എങ്ങനെയാകുന്നു എന്നുള്ളത് അതിലൂടെ ഇവർ പഠിക്കും. ആ മെത്തേഡുകൾ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഒരു ടെൻഡൻസിയും ഇങ്ങനെയുള്ള ആളുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞ പ്രധാന ഒരു വില്ലൻ മീഡിയ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? മീഡിയയ്ക്ക് ഒരുപാട് ഗുണമുണ്ടെങ്കിലും ഇതുപോലെയുള്ള ചില ദോഷങ്ങളിലേക്ക് നമ്മെ മീഡിയകൾ നയിപ്പാൻ സാധ്യത ഉണ്ട്. മറ്റു പല കാരണങ്ങൾ ഇതിൻ്റെ പിറകിൽ നമുക്ക് കാണാം. സിസ്റ്ററെ, ഇവർ മീഡിയയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ സോഷ്യോളജിക്കലായിട്ടുള്ള ചില റീസൺസ്, സാമൂഹ്യപരമായുള്ള പല കാരണങ്ങൾ ഇതിൻ്റെ പിറകിൽ കാണുവാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. സിസ്റ്ററിന് എന്നാ തോന്നുന്നു? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും സാമൂഹ്യപരമായിട്ട് ഇതിന് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മളിപ്പോൾ സൊസൈറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ സൊസൈറ്റി സ്ട്രക്ചർ തന്നെ കംപ്ലീറ്റ് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പം പണ്ട് സോഷ്യോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കൂട്ടുകുടുംബങ്ങളിലാണ് ജീവിച്ചിരുന്നത്. ഇന്നിപ്പം ന്യൂക്ലിയർ ഫാമിലി എന്നൊരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിൽ കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ സിംഗിൾ പേരൻറ്റ് ആൻഡ് സിംഗിൾ ചൈൽഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം ഇതുമൊക്കെ ഒത്തിരി നമ്മളുടെ സമൂഹത്തെ അല്ലെങ്കിൽ സ്ത്രീ പീഡനത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ കുടുംബത്തിൽ ഒരു സമൂഹമായിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു സൊസൈറ്റി ഉണ്ട്, ഒരു വലിയൊരു സൊസൈറ്റി ഉണ്ട്. പലപ്പോഴും വളരെ ഹെൽത്തി ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു പണ്ടുള്ള കൂട്ടുകുടുംബങ്ങളിൽ. അന്ന് ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടായിരുന്ന മാതാപിതാക്കളുടെ സ്വാധീനം ഇന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? ഇന്ന് കുഞ്ഞുങ്ങളുടെ മേൽ മാതാപിതാക്കൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടോ? മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മേൽ ഇന്ന് സ്വാധീനം കുറവാണ്. പണ്ടുണ്ടായിരുന്ന സ്വാധീനം ഇല്ല. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പണ്ട് സ്വാധീനം ഉണ്ടാകാൻ കാരണം വെച്ചാൽ ചിൽഡ്രൻ വെയർ ഡിപ്പെൻഡൻ്റ് ഓൺ ദ പേരൻസ്. ഇന്ന് ഇന്ന് കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയി. മാത്രമല്ല നമ്പർ ഓഫ് ചിൽഡ്രൻ ഹാവ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കുട്ടികളാണ് ഒരു കുടുംബത്തുണ്ടാകുന്നത്. അപ്പോൾ ഒരു തരത്തിൽ നോക്കിയാൽ പേരൻസിന് കുട്ടികളെ പേടിയാണ്. സപ്പോർട്ട് ചെയ്യലോ അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഭയമാണ്. കുട്ടികൾ എന്ത് ചെയ്യുമെന്നുള്ളത് ദേ ആർ അപ്രിഹെൻസീവ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ കുടുംബങ്ങളിൽ എന്ത് സംഭവിച്ചാലും മാതാപിതാക്കൾ അവരെ കെയർ ചെയ്തില്ലെങ്കിൽ തന്നെയും അവർക്ക് അവരുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ കസിൻസ് അല്ലെങ്കിൽ മറ്റ് റിലേഷൻസ് ഉണ്ടായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട്. ഇന്ന് അതില്ല. വേറൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല, പ്രശ്നമല്ല, സൊസൈറ്റിയിൽ വന്ന ഒരു മാറ്റം. മാതാപിതാക്കളുടെ ഫാദറും മദറും രണ്ടുപേരും ജോലിക്കാരാണ് മിക്ക കുടുംബങ്ങളിലും. അപ്പം അവർ തിരക്കിട്ട ജീവിതത്തിൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമയം കൃത്യമായിട്ട് അവർ കൊടുക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളും പലപ്പോഴും അവിടുത്തെ സെർവൻസിന്റെ മേഴ്സിയിലാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹം, ഫെലോഷിപ്പ് ഇതൊന്നും കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് വേണ്ട സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത് കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും അവർ പഠിച്ചെടുക്കുന്നത് അവരിൽ നോക്കുന്ന സെർവൻസിന്റെ മോറൽ സൈഡാണ്. അവരെ എത്രത്തോളം ഒരു മാതാപിതാക്കൾക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. ദേ ആർ അറ്റ് ദ മേഴ്സി ഓഫ് ദ സെർവൻസ് ഹു ലുക്ക് ആഫ്റ്റർ ദം.
അതുപോലെ ഇന്ന് വർദ്ധിച്ചു വരുന്ന സാമ്പത്തികമായിട്ടുള്ള വലിയ വളർച്ച, സുഖ സൗകര്യങ്ങളുടെ വർധനവ്, ചുറ്റുപാടുകളുടെ ആ ഒരു കംഫർട്ട്, ഇതൊക്കെ ഒരു പരിധി വരെ ഈ വ്യക്തിത്വത്തെയൊക്കെ ബാധിക്കാവുന്ന അല്ലേ? ഉണ്ട്. അതൊക്കെ ബാധിക്കുന്നുണ്ട്. ഇന്ന് കുട്ടികൾക്കെല്ലാം ഉണ്ട്, എല്ലാം കിട്ടും. എനിക്ക് എൻ്റെ ഒരു ജീവിത പരിചയം വെച്ചിട്ട് ഞാൻ പറയുന്ന, അല്ലെങ്കിൽ കുട്ടികൾ പലപ്പോഴും നമ്മൾ കുട്ടികളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ഉള്ളിലൊരു വാക്വം ഉണ്ട്. ഈ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത് മാതാപിതാക്കളുടെ ഇല്ലായ്മ മൂലമാണ്. നമ്മളത് എത്രത്തോളം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കിയാലും അത് നികത്താൻ നമുക്ക് പറ്റില്ല. അപ്പൊ അവരിൽ ഉണ്ടാകുന്ന ഒരു ശൂന്യത, ആ ശൂന്യത നിറപ്പാനായിട്ട് ഒരു പരിധി വരെ ചിലപ്പോൾ പെർവേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗീകാരയോഗ്യമല്ലാത്ത പല മാർഗങ്ങളിലേക്ക് പോകുവാൻ വ്യക്തികളെ പ്രേരിപ്പിക്കും എന്നാണ് സാമൂഹ്യ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞത്. അതുപോലെ തന്നെ സിസ്റ്ററെ, ഈ സൈക്കോളജിക്കലായിട്ടുള്ള ചില റീസൺസും ഇതിൻ്റെ പിറകിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുവൻ ജനിച്ചു തുടങ്ങുമ്പോൾ മുതൽ തന്നെ അവൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ, അതുപോലെ അവനിൽ ആ ഘടകങ്ങൾ വേണ്ട രീതിയിൽ പൂർത്തീകരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പെർവേർഷൻസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള അബ്യൂസിങ് നേച്ചറിലേക്ക് നയിപ്പാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിസ്റ്റർ അതൊന്ന് വിശദീകരിച്ചാട്ടെ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് കിട്ടേണ്ട മാതാപിതാക്കളുടെ പരിചരണവും സുരക്ഷിതത്വവും സ്നേഹവും ശ്രദ്ധയുമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറഞ്ഞതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുന്നത് കൊണ്ട് കുട്ടികൾക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സ്വഭാവ രൂപീകരണം കുടുംബത്തിൽ നടക്കാതെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ സ്ത്രീ പീഡനത്തിന് പല കാരണങ്ങളായിട്ട് പറയാവുന്നതിലൊരു കാര്യം മാനസികമായിട്ടുള്ള തകരാറുകൾ, അതായത് വ്യക്തിത്വങ്ങളിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ. ചില ടൈപ്പ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരിൽ ഇങ്ങനെയുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ സെക്ഷൽ ഡിസോർഡേഴ്സ്, പ്രത്യേകമായിട്ട് പീഡോഫീലിയ അച്ഛൻ പറയുകയുണ്ടായി. ഇതെല്ലാം കുട്ടികളെ കാണുമ്പോൾ മാത്രം അവരിലുണ്ടാകുന്ന സെക്ഷൽ അറൗസൽ, അതൊക്കെ ഒരു ടൈപ്പ് സെക്ഷൽ ഡിസോർഡറാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പരിധിവരെ ഇങ്ങനെയുള്ള സ്ത്രീ പീഡനത്തിന് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ സിസ്റ്റർ, ഇപ്പൊ സിസ്റ്റർ പറയുന്നത് മനഃശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിറകിലുണ്ടെന്ന. നിങ്ങൾ പറഞ്ഞു മീഡിയയുടെ സ്വാധീനം ഒരുപാടുണ്ട്. സിസ്റ്റർ പറഞ്ഞു സോഷ്യോളജിക്കലായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. സിസ്റ്റർ പറഞ്ഞു മനഃശാസ്ത്രപരമായ ഒരുപാട് കാരണങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. അപ്പൊ കാരണങ്ങൾ ഒരുപാടാണ്. ഒറ്റ കാരണത്തെ കൊണ്ട് നമുക്ക് നിർത്താനായിട്ട് ഒക്കുകയില്ലല്ലേ? ഇത് കൂടാതെ ഇനിയും പല കാരണങ്ങളൊക്കെ ഇതിന്റെ പിറകിൽ ഉണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എങ്കിൽ മാത്രമേ ഇത് എങ്ങനെ തടയുവാനായി നമുക്ക് സാധിക്കും, എങ്ങനെ ഇതിനൊരു പരിഹാരം കാണുവാനായി സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? അപ്പൊ അങ്ങനെയാണെന്ന് ഈ ചർച്ച നമ്മൾ അടുത്ത എപ്പിസോഡിലൂടെ തുടരേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനിയും വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ബി പോസിറ്റീവ്. Thank you.